ചേട്ടാ ഇപ്പം കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഡയറക്ടോറിയൽ മൂവി വരുന്നതാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? കാരണം മലയാള സിനിമ ഭയങ്കരമായി ചേഞ്ച് ആയി നിൽക്കുന്ന ടൈമാണ്. അപ്പൊ എന്താ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ മനസ്സിലൊന്നും ഫീൽ ഈ സമയത്താണ് അങ്ങനെ ഇപ്പൊ വേറൊരു പടത്തിന്റെ പിന്നിലായിരുന്നു. അതിനിടയിൽ യാദൃശികമായിട്ട് കഥ കേൾക്കുകയും ഈ സിനിമ സംഭവിക്കുകയും ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഗ്യാപ്പ് വന്നേനെ, അല്ലെങ്കിൽ ഇനി ഗ്യാപ്പ് വന്നേനെ. അതിനിടയിൽ ഈ സിനിമ ഇങ്ങനെ ഒരു നല്ലൊരു പ്രോജക്റ്റും നല്ലൊരു കഥ നല്ല ടീം ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല സിനിമയായിരിക്കും, ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാവും എന്ന് തോന്നിയപ്പോൾ ഏറ്റെടുത്താ. ഓക്കെ. ഇപ്പോൾ പ്രൊഡ്യൂസർ, റൈറ്റർ, ഹീറോയിൻ, DOP സുധന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കുറെ നാളായെന്ന് തോന്നി ഇങ്ങനെ ഒരു ജോണറിലൊരു പടം പിടിച്ചിട്ട്. ശരി ശരി, ഞാൻ കുറച്ച് ചിരിച്ച് ചെയ്ത ഒരു സിനിമ കുറച്ച് നേരമായി. ബാക്കിയെല്ലാം കുറച്ച് സീരിയസ് ഹെലികോപ്റ്ററും ഒക്കെ ആയിരുന്നു കുറച്ചു കാലം. അവിടെ നിന്ന് ഇറങ്ങി താഴെ നിന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി നല്ല മണ്ണിൽ നിന്ന് ചെയ്ത ഒരു സിനിമയാണ്. എങ്ങനെയുണ്ടായിരുന്നു വർക്ക് ചെയ്ത സമയം? ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രോണിലേക്കായി. അല്ല, ഇറ്റ് വാസ് ഫൺ. നമ്മൾ വായിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ നായഷൊക്കെ വിളിക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ സിനിമ സീരിയസ് ആണെങ്കിൽ പോലും നമുക്ക് ചിരിച്ചുകൊണ്ട് കുറേയധികം ഹ്യൂമർ, കുറേയധികം കോമഡി, മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, മൈൻഡ് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കും ഡെഫിനറ്റ്ലി അത്. അപ്പോൾ അതൊരു നല്ല അട്രാക്ഷനാണ്. അങ്ങനെ നമുക്ക് ചിരിച്ചുകൊണ്ട് കുറേ സംഭവിക്കുക എന്നുള്ളത്. പിന്നെ അതിലുപരി സിനിമ വേറൊരു കണ്ടന്റ് പറയുന്നതും കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുന്നതും അവരുടെ ഇമോഷനെ കുറിച്ചിട്ടും അവരുടെ ലവും അവരുടെ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് കുറച്ച് കാലമായി. അപ്പം അതെൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം അതിൻ്റേതായൊരു ചലഞ്ചും അതിനകത്തുണ്ട്. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴും അതിനകത്തൊരു ക്വാളിറ്റി വേണം, അതിനകത്തൊരു ഇമോഷൻസ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം. അപ്പം അത് ഒരു ചലഞ്ച് ഫാക്ടറാണ്. പക്ഷെ അത് എൻജോയ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സോ അതിനകത്തൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സ്ട്രെസ് ബസ്റ്റർ ഫേസ് ആണെന്ന് പറയല്ലേ വേണമെങ്കിൽ. ഉറപ്പായിട്ടും. പിന്നെ ഓക്കെ, പ്രൊഡ്യൂസർ അഭിനയിച്ചിട്ടുമുണ്ട്. ആ വീഡിയോക്കകത്ത് നമ്മൾ കാണുന്നുണ്ട് എന്റെ കാശ് എന്ന് പറയുന്ന സമയത്ത് എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, കൈ തിരിച്ച് മറക്കരുതിട്ടോന്ന് പറയുമ്പോ പ്രൊഡ്യൂസർ അത് മനഃപൂർവ്വം അത് എങ്ങനെ കറക്റ്റ് അങ്ങനെ തന്നെ ഒരു ഡയലോഗ് നമുക്ക് അതിനായിട്ട് വന്നതാണോ? അതോ അതിന് മുമ്പ് ഒരു ടീസർ ഇറങ്ങി. അപ്പോഴേക്കും ജാഫർ ചോദിക്കുന്നുണ്ട്, മോനെ കുറവുണ്ടാ? അപ്പൊ മറ്റേ വിഷ്ണു എന്ത് കഴപ്പ്, പ്രൊഡ്യൂസർ അഷ്റഫ്. അവിടെ എഴുതി രണ്ടും എക്സാക്ട്ലി നല്ല പ്ലേസ് ആണ്. ഈ സിനിമ ചെയ്യാനുള്ളൊരു ഇതുണ്ടോ എന്ന് ചോദിക്കുന്നതും ഈ സിനിമയുടെ കഴപ്പ് നിന്നില്ലേ എന്നുള്ളതാണ് അവിടെ എഴുതി കാണിച്ചത്. അത് പുള്ളിയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് എതിരായി ഇതിനകത്ത് തന്നെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഒരു നമുക്കിട്ടുള്ള ഒരു പണിയാണോ പണി? അത് നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അതിന്റെ ആരോഗ്യകരമായിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. പണി പക്ഷെ പണിയുണ്ട്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ഞങ്ങള് ഇതങ്ങനെ എല്ലാവരുമായിട്ട് പരസ്പരം ഈ ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് കൊന്നും കൊല വിളിച്ചാണ് നമ്മള്. അത് പുള്ളിയുടെ തുടക്കമല്ല. പുള്ളി ആരാണോ, വീട്ടിലുള്ളവരാണോ, മാമനാണോ, മച്ചാനാണോ ഒന്നും നോക്കൂല. അല്ല, കൗണ്ടർ വന്നാ പറയും, അപ്പ കൊടുക്കും. അത് നമുക്ക് അത് പറഞ്ഞില്ലെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗുണമുണ്ടായിട്ടുണ്ട്. പറഞ്ഞു കഴിയുമ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലേ? ചില നല്ല കൗണ്ടറുകളാണ് ചില സിനിമകൾക്ക് ഭയങ്കര പ്രയോജനം ഉണ്ടാകുന്നത്. അതെ. ഓക്കെ, അല്ല ഈ പ്രൊഡ്യൂസർ തന്നെ അഭിനയിക്കുന്ന സമയത്ത് അതിന് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എങ്ങനെ ഉണ്ടായി? പ്രൊഡ്യൂസറാണ് എന്നുള്ളതല്ല. അപ്പൊ നമുക്ക് വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ അഭിനയിക്കുന്ന സമയത്ത് പുള്ളി പിണങ്ങി പോകാതിരിക്കേണ്ട ഒരു ബാധ്യത. അതെ. അപ്പൊ നമ്മള് പലപ്പോഴും ഈ പറയുന്ന പോലെ റീടേക്ക് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴാണ്. ഇപ്പൊ ഡിജിറ്റൽ അതിന്റെ പേരിൽ കുഴപ്പമില്ല. പണ്ട് ഫിലിമിലായിരുന്നെങ്കിൽ പ്രൊഡ്യൂസർക്ക് തന്നെ തോന്നും ഇനി ഒരു 3-4 ടേക്ക് പോകുമ്പോൾ അതിന് നഷ്ടങ്ങൾ എന്താണെന്ന് പറയും. ഇപ്പോൾ ഡിജിറ്റലായിട്ട് പിന്നെ അദ്ദേഹത്തിനൊക്കെ പിന്നെ തമാശക്കാണെങ്കിൽ പോലും അതിന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ലൊരു ആക്ടർ ഉണ്ട് ഇദ്ദേഹത്തിൽ. ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തേച്ചുണിക്ക് എടുത്ത് കഴിഞ്ഞാൽ നല്ല ആക്ടർ കിട്ടും. ഇദ്ദേഹത്തിന് വേറൊരു ചെയ്തിരിക്കുന്ന പടങ്ങളിലെല്ലാം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിനകത്ത് ഞങ്ങൾ ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് തന്നെ അതല്ല, ഞാൻ ഈ ക്യാരക്ടർ ചെയ്താൽ ഞാൻ പറയും ഇതൊരു ഹ്യൂമറാണ്. അപ്പം എൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ
ബോസ് എന്ന് വിളിക്കണം. അവരോട് പറഞ്ഞു ബോസ് ഞാൻ ഈ തമാശ ക്യാരക്ടർ ചെയ്തിട്ടില്ല. നിങ്ങൾ തമാശ ചെയ്ത് കേൾക്കും, ഇത്ര സീരിയസ് പോകാൻ പറ്റും. അപ്പോൾ അല്ല, അത് നിങ്ങളുടെ വെല്ലുവിളിയാണ്. അപ്പോൾ അത് എനിക്കൊരു വലിയ വെല്ലുവിളിയാണ്, കാരണം ഏറ്റെടുത്ത് അങ്ങനെ അതിനൊരു വലിയ പല്ലൊക്കെ വെച്ച് കൊടുത്ത്. പക്ഷെ വർക്കായി ഓക്കെയാണ്. ആ ഹ്യൂമർ ക്യാരക്ടറും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. പുള്ളി പക്ഷേ സീരിയസ് മുഖമാണെങ്കിൽ ഇവിടെ വന്നിരുന്നപ്പോ തൊട്ട് കുറച്ച് കോമഡി തന്നെയാണ് അടിച്ചോണ്ടിരിക്കുന്നത്. അത് ലേഡീസിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അല്ലല്ലേ? ഞങ്ങളുടെ അടുത്ത് ഭയങ്കര സീരിയസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത് അദ്ദേഹം ഹ്യൂമർ പറയാറുണ്ടെന്ന്. ഓ ഓക്കെ. സുജിത്തേടൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ചളിയൊക്കെ ആവാം അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഏതൊരു സ്ഥലത്ത് നിന്നിപ്പോ ഏതൊരു പ്രോഗ്രാം എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. വൈഫ് വന്ന സമയത്ത് അപ്പൊ എൻ്റെ കൂടെ ഉള്ള കുട്ടികൾ പറയും, ഇപ്പൊ നമ്മളെ കൂടെ വന്ന ഹീറോയിൻസ് അവർ ഞങ്ങൾ ഷോ പോകുന്നതല്ലേ, അയ്യോ ആദർശക്കാട് കൂടെ ഷോയ്ക്ക് പോകാനായിട്ട് നല്ല രസമുണ്ട്, ചിരിച്ചിരിച്ച് ചാവും. അപ്പൊ വൈഫ് എൻ്റെ അടുത്ത് നിങ്ങൾ തമാശയൊക്കെ പറയാറുണ്ടോ? വലിയ തമാശക്കാരനാണല്ലേ? നിങ്ങൾ തമാശയൊക്കെ പറയില്ലേ? അല്ല, കൂടെ വന്ന ഏതെങ്കിലും ഒരു മെയിൽ പാർട്ടിസിപ്പന്റ് പറഞ്ഞിട്ടുണ്ടോ? അതെ അതെ, എന്നാ നമുക്ക് ആ സ്ത്രീയിലേക്ക് പോവാം. അക്ഷയ, എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ട്? എല്ലാരും തമാശക്കാരാണോ? നല്ല വൈബുള്ളൊരു സെറ്റ് ആയിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഷെഡ്യൂളില് ലൈക്ക് എന്റെ ക്യാരക്ടർ ചെയ്ത പോർഷനില് നമ്മളൊരു വീട്ടിലായിരുന്നു ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈക് പീരീഡ് ഓഫ് ഷൂട്ട് വന്നിട്ട് ആ വീട്ടിലായിരുന്നു. കാരണം എല്ലാവരും ഒരുമിച്ച് ഇരുന്ന ഒരു സ്പേസ് ആയിരുന്നു അത്. ഇപ്പൊ സെറ്റിൽ എന്തെങ്കിലും നമ്മള് ചെറുതായിട്ട് ഷൂട്ട് എടുക്കാൻ പറ്റാത്ത അവസരങ്ങൾ വരികയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ബെഡിലൊക്കെ ഇരുന്ന് എല്ലാരും തട്ടി പാട്ടൊക്കെ പാടി ഗാനമേളൊക്കെ ആക്കി ഭയങ്കര വൈബായി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയായിരുന്നു. അതെ. ഓക്കെ. ആകാശിന്റെ ആദ്യത്തെ മൂവി ആയിരുന്നു അല്ലേ? എന്താണ് ശരിക്കും മാജിക് മഷ്റൂം? മാജിക് മഷ്റൂം കുറച്ച് പരിപാടിയാണ്. അത് ഫൺ പരിപാടിയാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും അങ്ങനെ പറയാൻ പ്ലോട്ട് എന്താണ്? ഇതിന് പ്ലോട്ട് ഒരു ലവ്, ഫാന്റസി, ഹ്യൂമർ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ഇപ്പൊ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പറ്റുന്ന സിനിമകൾ ഏതാണെന്ന് അറിയാലോ. ആ ജോണറിലുള്ള സിനിമയാണ്. അപ്പം കുറെ മരിച്ച ആൾക്കാരുടെ സിനിമ പോലെ തോന്നി എനിക്ക് ട്രെയിലർ പെട്ടെന്ന് കണ്ടപ്പോ. അങ്ങനെയുള്ള ഒരു ലോകമാണോ കാണിക്കുന്നത്? അല്ലെങ്കിൽ മനസ്സിലാവും സീൻ എന്താ, മരിച്ച ആൾക്കാർ എഴുന്നേറ്റിരിക്കുമല്ലോ. ട്രിപ്പ് ആയിട്ടുള്ള ലോകം ഏതെങ്കിലും ആണെന്ന് അറിയാനേ. അല്ല, സ്ലൈറ്റ്ലി അതിന്റെ ട്രിപ്പ് അതിനകത്താണ്, ആ സീക്വൻസിനകത്തുണ്ട്. ബട്ട് ഇറ്റ് വാസ് വേറൊരു ഫീലുള്ള സീക്വൻസ് ആണ്. ഓക്കെ. ഈ ഡെലൂലു പോലെ ഒരു പ്രേതമൊക്കെ ഉണ്ടാവും ഇതിനകത്ത്? അത് കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അതിപ്പോ എല്ലാം നമ്മളിവിടെ ട്രെയിലർ ഡീകോഡ് ചെയ്യാനുള്ള പരിപാടി. പിന്നെ ഞാൻ ഇപ്പൊ ആകാശക്കാരൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് അറിയാവുന്നത്, പണ്ട് ഈ വിഷ്ണുവും ബിബിനും എഴുത്തുകാരായിട്ട് വരുന്ന സമയത്ത് അവര് സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഈ നമ്മളുടെ കൂടെ തന്നെ, കാരണം നമുക്കറിയാം, ഞാൻ വന്ന വഴി എനിക്കറിയാവുന്നതാണ്. ഞാൻ പേനും പേപ്പറും എടുത്ത് എഴുതി ശീലമായിട്ട് വന്ന ആളാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പേനും പേപ്പറും എടുത്ത് എഴുതുന്ന ഒരാളുടെ പെയിൻ അറിയാവുന്നതിൻ്റെ പേരിൽ അവർ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ അറിയാവുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ പണ്ട് ഇരുന്ന വിപിനും വിഷ്ണുവും അവരെഴുതുമ്പോൾ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ അവർക്കും അപ്പോൾ ആ ഒരു സ്പേസ് ഇപ്പം ഇവൻ്റെ മനസ്സിലും അടുത്ത സിനിമ, അടുത്ത സ്വപ്നങ്ങൾ, കാര്യങ്ങൾ, സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞ സമയത്തൊക്കെ നമുക്കിത് അത്ഭുതം തോന്നിയില്ല. കാരണം എല്ലാവരും മനസ്സിലുള്ളതാണ്. അത് തുറന്നുള്ളൂ. പിന്നെ എൻ്റെ മനസ്സിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതെൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. അത് സിനിമയുടെ കാര്യങ്ങളാണ്, വേറൊന്നുമല്ല, തെറ്റിദ്ധരിക്കണ്ട. അടുത്ത സിനിമയുടെ കാര്യം. പേര് തന്നെ ആകാശ് എന്നാണ്. ആകാശ്.